സംസ്ഥാനത്തെ ഗൂണ്ട വിളയാട്ടത്തിൽ പ്രത്യേക പരിശോധനയുമായി സംസ്ഥാന പോലീസ് ഓപ്പറേഷൻ ആഗ് എന്ന പേരിലാണ് പരിശോധന. ഷെഫീദ് റാവുത്തർ വിശദാംശങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷെഫീദ്, ഗുഡ് മോർണിംഗ്, പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഓപ്പറേഷൻ ആഗ്, അതായത് ആക്സിലേറ്റഡ് ആക്ഷൻ അഗെയിൻസ്റ്റ് ഗുണ്ടാസ് എന്നുള്ള പേരിൽ സംസ്ഥാനത്ത് വ്യാപക പരിശോധന പോലീസ് ആരംഭിച്ചതൊരു പ്രത്യേക പദ്ധതിയായി. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി സംസ്ഥാനത്ത് തുടരുന്ന വ്യാപക ഗുണ്ട ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് വീണ്ടും ഓപ്പറേഷൻ ആഗ് നടത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് നമുക്കറിയാം, തിരുവനന്തപുരം കരമനയിൽ യുവാവിനെ പട്ടാപ്പകൽ കല്ല് വലിച്ചെറിഞ്ഞും കമ്പി കൊണ്ട് അടിച്ചും കൊലപ്പെടുത്തിയ സംഭവം. എറണാകുളത്ത് തന്നെ കഴിഞ്ഞ ഒന്നര ആഴ്ചക്കിടയിൽ 7ഓളം ഗുണ്ട ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതടക്കമുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സർക്കാരിനെതിരെ വലിയ വിമർശനം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ മുതൽ വീണ്ടും ഓപ്പറേഷൻ ആഗ് പോലീസ് ആരംഭിച്ചത്. സംസ്ഥാന വ്യാപക പരിശോധനയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാപ്പ ചുമത്തിയവർ, പിടികിട്ടാപ്പുള്ളിയവർ എന്നിവരെ പിടികൂടുക എന്നുള്ളതാണ് പോലീസ് ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ കേസുകളിൽ ഉൾപ്പെട്ട് പ്രതികളായി ഒളിവിൽ കഴിയുന്നവരെയും പോലീസ് പിടികൂടും. ഗുണ്ടകൾക്ക് മറ്റു പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്നവർ, സാമ്പത്തികമായി അവരെ സഹായിക്കുന്നവർ എന്നിവരെ ഉൾപ്പെടെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യം കൂടി പോലീസിനെ സംബന്ധിച്ചിട്ട് ഉണ്ട്. കഴിഞ്ഞ ഓപ്പറേഷൻ ആഗിൽ സംസ്ഥാനത്താകെ 300-ലധികം ഗുണ്ടകളെയായിരുന്നു പോലീസ് പിടികൂടിയിരുന്നത്. സമാനമായ രീതിയിൽ ഇത്തവണ കുറച്ചുകൂടി ഗൗരവത്തിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു റെയ്ഡും പരിശോധനയുമാണ് നടത്തുന്നത്. തിരുവനന്തപുരം നഗരത്തിലും റൂറലിലും വ്യാപക പരിശോധന പുലർച്ചെ 4 മണി മുതൽ ആരംഭിച്ചിട്ടുമുണ്ട്. സ്കെയിൻ. ഓക്കെ, താങ്ക് യു ഷെഫീദ് റാവുത്തർ. എന്തായാലും കുറേ അധികം സമയമായി ഗുണ്ടകൾ നല്ല വിളയാട്ടത്തിലായിരുന്നു കേരളത്തിൽ. അതിന് ഒരു അറുതി വരുത്താനുള്ള കേരള പോലീസിൻ്റെ നീക്കത്തിന് എല്ലാ ഭാവുകങ്ങളും.